നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ യുദ്ധവിരുദ്ധ റാലി, പോസ്റ്റർ രചനാ മത്സരം, പ്രസംഗ മത്സരം എന്നിവ സംഘടിപ്പിച്ചു. യുദ്ധത്തിന്റെ ദുരന്തങ്ങളെക്കുറിച്ചും അത് മനുഷ്യരാശിയിലുണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും സമാധാനത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതിനുമായിരുന്നു ദിനാചരണം നടത്തിയത്. പ്രധാന അധ്യാപിക വി ചന്ദ്രിക യുദ്ധവിരുദ്ധ റാലി ഉദ്ഘാടനം ചെയ്തു. ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ ബോംബാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മകൾ പുതുതലമുറയിലേക്ക് പകരുന്നതിനൊപ്പം യുദ്ധത്തിന്റെ ഭീകരതയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് പരിപാടി പ്രയോജനപ്പെടുമെന്ന് അവർ പറഞ്ഞു. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിച്ച ദിവസമാണ്. ഓഗസ്റ്റ് 6 മാത്രമല്ല 9 ഹിരോഷിമ നാഗസാക്കി എന്ന സ്ഥലങ്ങളിലാണ് അണുബോംബ് വർഷിച്ചത്. അത് നമുക്കറിയാം. എന്താണ് അതിൻ്റെ പ്രാധാന്യം? അന്ന് ഈ അണുബോംബ് വർഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ മരിച്ചു വീഴുകയുണ്ടായി. അണുബോംബ് വർഷത്തിൻ്റെ നശീകരണം ആ ഭൂമിയിൽ എങ്ങാനും മുഴുവനും പതിച്ച് റേഡിയേഷന് വിധേയമായി ആൾക്കാർ ഒരുപാട് മരണപ്പെട്ടു. അപ്പോൾ അത്തരത്തിലുള്ള ആ സംഭവങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ വർഷവും നമ്മുടെ സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനം വരുമ്പോൾ. ഇന്ന് ഓഗസ്റ്റ് 6 ഹിരോഷിമ 2026 സന്ദേശം തന്നെ ആണവ നിരായുധീകരണവും സമാധാനവുമാണ്. സമാധാനം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അടിത്തറയാണ്. സമാധാനമില്ലാതെ ജീവിക്കുക, ആണവായുധങ്ങൾ വർഷിക്കുക എന്നുള്ളത് നമുക്ക് വളരെയധികം നഷ്ടപ്പെടുത്തലുകളുടെ ഓർമ്മകളാണ്. ഇന്നത്തെ ഈ സന്ദേശം സമാധാനമുണ്ടാവുക, ആണവായുധത്തെ എതിർക്കുക, അതുപോലെ തന്നെ അന്ന് അണുബോംബ് വർഷിച്ച് അമേരിക്കയിലെ പ്രഹരമേറ്റ് നാഗസാക്കിയിലും ഹിരോഷിമയിലും മരിച്ച രക്തസാക്ഷികളെ ഓർമ്മിക്കുക. അവർക്ക് വേണ്ടി നമ്മൾ ജീവിതത്തെ ഓർമ്മപ്പെടുത്തി അവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. സോഷ്യൽ സയൻസ് ക്ലബ്ബ് വിദ്യാർത്ഥികളും അധ്യാപകരും റാലിയിൽ പങ്കെടുത്തു. സോഷ്യൽ സയൻസ് ക്ലബ്ബ് കൺവീനർ PV ബിജു, NCC, SPC, JRC കേഡറ്റുകൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഉപജില്ലാ കൺവീനർ വി മഞ്ജുള യുദ്ധവിരുദ്ധ സന്ദേശം നൽകി. പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നന്ദി അറിയിച്ച് സീനിയർ അസിസ്റ്റന്റ് C വിമല സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.